ഹായ് നമസ്കാരം, അഭിലാഷ് ഏട്ടയാണ്. ഒപ്പം നിൽക്കുന്നത് ഇടുക്കിയുടെ അഭിമാനമായ ഇടുക്കി എന്ന പേരിൽ അറിയപ്പെട്ട നിഷ ഇടുക്കിയാണ്. നമസ്കാരം നിഷ. ഞാൻ വർഷങ്ങളായിട്ട് സൗഹൃദമാണ്. പിന്നെ നിഷയുടെ അലിയേട്ടൻ്റെ പെണ്ണ് അൻസി എന്നൊരു ഷോർട്ട് മൂവിയിലൂടെ വില്ലനായിട്ട് വന്നു. അലിൻ ജോസ് പെരേര, റിയ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഓൾ ബ്രൈറ്റ് ആണ് ഡയറക്റ്റ് ചെയ്ത്. പിന്നെ നമ്മുടെ ക്യാമറ ചെയ്തിരുന്നത് നമ്മുടെ അനൂപാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു വർക്കായിരുന്നു. അതിലൂടെ ഞങ്ങൾ കൂടുതലും നല്ല സൗഹൃദങ്ങളിലേക്ക് പോയി കുറേ വർക്കുകൾ ചെയ്തു. എന്തായാലും അതിനുശേഷം ബ്ലഡി നൈറ്റ് എന്ന് പറഞ്ഞ വർക്ക് ചെയ്തു അല്ലേ. പിന്നെ ഏതാണ് ഒരു സിൽക്ക് റോഡ് ചെയ്തു, ആൽബം ചെയ്യുന്നു അല്ലേ. പിന്നെ വേറെ പണിപ്പുരയിലാണ് അല്ലേ. അല്ലെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചെന്ന് കേട്ടുന്നേരാണോ? പിന്നെ കുറച്ച് സിനിമകളുടെ ഭാഗമായിട്ട് നിഷ വരുന്നുണ്ട്. അതിൽ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നു അല്ലേ? പിന്നെ വേറൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് എന്നെ ആളുകൾ ഇങ്ങോട്ട് വന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കോമഡി സ്റ്റാറിലെ അത് ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും അപ്പൊ എന്തായാലും ഇനിയും നല്ല നല്ല അവസരങ്ങൾ വരട്ടെ, ദൈവം രക്ഷിക്കട്ടെ. പിന്നെ ഒരു സിനിമയുടെ എന്തോ ഭാഗമായിട്ട് ജഡ്ജൊക്കെ ആയിട്ട് പോയിന്ന് കേട്ടു. അത് പാലക്കാടല്ലേ. അപ്പൊ അങ്ങനെ അത് അടുത്ത സിനിമ തന്നെയാണ് നമ്മുടെ സുചിത്ര, മാധു, ചിപ്പി, ഉർവശി ചേച്ചി, ശോഭന ചേച്ചിനെയൊക്കെ പോലെ മലയാളത്തിൽ തിളങ്ങുന്ന നിഷ ഇടുക്കിയായി മാറട്ടെ. എന്തായാലും നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എന്താണ് പറയാനുള്ളത്? നെഗറ്റീവ് വരട്ടെ, നെഗറ്റീവും പോസിറ്റീവും വരട്ടെ. എന്തായാലും ഒരു കാര്യത്തിൽ നന്ദി പറയുന്നത്, കാരണം നിഷേനെ കാണാണ്ടായപ്പോ ചോദിച്ചു നിങ്ങൾ തമ്മിൽ പിണങ്ങിയെന്ന് ചോദിച്ചു എന്റെ അടുത്ത്. പക്ഷെ ഒരു കാര്യം പറയാം, കമന്റിലൂടെ തന്നെ ചോദിച്ചു. ഞാൻ സിൽവറിന്റെ കമന്റ് ഒക്കെ നോക്കിയപ്പോ കണ്ട് ആ ടൈം വേറെ ലേഡീസ് ഒക്കെ ആയിട്ട് വന്നപ്പോ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. പക്ഷെ അത് ചോദിച്ച കൂട്ടുകാരോട് നന്ദി അറിയിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു കാര്യം, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു അല്ലേ. ഞങ്ങൾ പിണങ്ങിയിട്ടില്ല, ഞങ്ങൾ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഇപ്പൊ അല്ല ഇതിന്റെ തലയിലേക്ക് അടിയിട്ടാകെ പ്രശ്നമാണ്. അപ്പൊ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഈ സൗഹൃദം ഇനി എന്നും ഉണ്ടാവും അല്ലേ. പുതിയ വർക്കായിട്ട് ഞങ്ങൾ എത്തും. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും. എന്തായാലും മലർക്കിളീണയുടെ ഒരിക്കലും പിരിയില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ പോലെ കറക്റ്റ് പാടാൻ കിട്ടിയില്ല. എന്നാ ശരി, നമ്മുടെ ഒരു കവി പാടിയ രണ്ടുപേരും പാട്ട് പാടാം. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി. നമ്മുടെ ലാലേട്ടൻ പാടിയ അഗ്നിദേവല്ലേ. അപ്പോൾ എന്തായാലും നിഷ ഇടുക്കിക്ക് എല്ലാവിധ ആശംസകളും, പുതിയ വർക്കിന് എല്ലാവിധ നന്മകളും നേരുന്നു. സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ഇടുന്നവരും കമൻറ്റ് ഇടാത്തവരും എല്ലാം സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ആരാധകരെ നിഷ ഇടുക്കിയെ കണ്ടിട്ട്. അപ്പോൾ അഭിലാഷ് ആട്ടായും ഫ്രം നിഷ ഇടുക്കി. അപ്പം മലയാളത്തിൻ്റെ കുഞ്ചാക്കോന് ശാലിനി, അഭിലാഷ് ആട്ടായും നിഷ ഇടുക്കി. ഓക്കെ.